ജാക്ക് ഒരു വനപാതയിലൂടെ വാഹനമോടിക്കുമ്പോൾ പെട്ടെന്ന് വിചിത്രമായ എന്തോ കണ്ടതായി തോന്നി. ഒരു ഞെട്ടലോടെ അയാൾ കാറിൽ നിന്നിറങ്ങി. ദൂരെ ഒരു കപ്പ് കാപ്പി വായുവിൽ പൊങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. ജാക്ക് പതുക്കെ വായുവിലൂടെയുള്ള കാപ്പിയുടെ അടുത്തെത്തി. അടുത്തുചെന്ന് ആ വിചിത്രമായ കാഴ്ച കണ്ടപ്പോൾ അയാൾ കൈനീട്ടി കാപ്പി കുടിച്ചു. കാപ്പി നിലത്തു പതിക്കുന്നതിനു മുമ്പ് ഏതോ അദൃശ്യമായ റാമ്പിലൂടെ ഉരുണ്ടതായി തോന്നി. വിചിത്രമായ ഈ രംഗം നോക്കിക്കൊണ്ട് ജാക്ക് അഗാധമായ ചിന്തയിൽ മുഴുകി. അവൻ അതിൽ തൊടാൻ ശ്രമിച്ചു, പക്ഷേ അജ്ഞാതമായ ഒരു വസ്തു തടഞ്ഞു. ചുറ്റും നോക്കിയപ്പോൾ അയാൾക്ക് ഒരു കാറിന്റെ ടയർ അനുഭവപ്പെട്ടു. ഒരു നിമിഷം ആലോചിച്ച ശേഷം ജാക്ക് മുന്നോട്ട് കുതിച്ചു. ചുറ്റുപാടുകളുടെ ചില രൂപരേഖകൾ പുറത്തുവന്നു. തുടർന്ന് വാഹനത്തിന്റെ മൃതദേഹത്തെ പിന്തുടർന്ന് അദ്ദേഹം ഒരു ഡോർ ഹാൻഡിൽ കണ്ടെത്തി. അവൻ അത് തുറന്നപ്പോൾ ജാക്ക് താൻ കണ്ട കാഴ്ച കണ്ട് അമ്പരന്നു. കാറിന്റെ ഇന്റീരിയർ അദ്ദേഹം ശ്രദ്ധാപൂർവ്വം നിരീക്ഷിച്ചു. പെട്ടെന്ന് ജാക്ക് വിചിത്രമായ ഒരു ബട്ടൺ ശ്രദ്ധിച്ചു. അവൻ ഒന്ന് ശ്രമിച്ചു നോക്കി ബട്ടൺ അമർത്തി. ഒരു നിമിഷത്തിനുള്ളിൽ മുമ്പ് അദൃശ്യമായ കാർ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അമ്പരപ്പോടെ ജാക്ക് കാറിന്റെ വാതിൽ അടച്ചു. തലയുയർത്തി നോക്കിയപ്പോൾ കാർ അദൃശ്യാവസ്ഥയിലേക്ക് മടങ്ങി. ജാക്ക് ഞെട്ടിപ്പോയി. അവൻ തന്റെ തൊപ്പി ഊരി. ഞാനിപ്പോഴും ഉറങ്ങുകയാണോ? അവൻ ആശ്ചര്യപ്പെട്ടു.